ഹായ് സ്റ്റുഡൻസ്, നവോദയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നവോദയ മോഡൽ എക്സാം 4 ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നവോദയ പരീക്ഷ മെയ് മാസം 16-ാം തീയതിയാണ്. എല്ലാവരും തന്നെ മോഡൽ എക്സാമുകൾ എല്ലാം കാണുക, പരീക്ഷ എഴുതുക. ഈ മോഡൽ എക്സാമിൽ 80 മാർക്കുള്ള ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 40 മാർക്ക് സെക്ഷൻ 1 മെന്റൽ എബിലിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിങ്ങനെ 10 വിഭാഗങ്ങളായി 4 വീതം ചോദ്യങ്ങൾ 40 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 41 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവുമായി മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. 61 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഖണ്ഡിക തന്ന് പാസേജ് തന്ന് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതാണ്. അപ്പോൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. OMR ഷീറ്റിലെ ആ ചോദ്യത്തിന് നേർക്ക് കൃത്യമായ ഓപ്ഷൻ, ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തി അത് ബബിൾ ചെയ്യാനായി ശ്രമിക്കുക. ഓക്കെ, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് സെക്ഷൻ 1. കുട്ടികളുടെ മാനസിക കഴിവ് പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 ആണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഓഡ് വൺ ഔട്ട് ചോദ്യങ്ങളാണ്. 4 ചിത്രങ്ങളിൽ മറ്റു 3 ചിത്രങ്ങളും ഏതോ ഒരു വിധത്തിൽ ചില ബന്ധമുണ്ട്, റിലേറ്റഡ് ആണ്. ഒരു ചിത്രത്തിന് വ്യത്യാസമുണ്ട്. ഏതാണ് ആ ചിത്രം എന്ന് കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ രീതിയിലാണ്, ഒരേ മാർക്കാണുള്ളത്. എല്ലാ പാർട്ടിലും പാർട്ട് 1, പാർട്ട് 2 എങ്ങനെ പാർട്ട് 10 വരെയുള്ള വിഭാഗങ്ങളിലും ഓരോ ചോദ്യത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ മാർക്ക് വീതമാണ്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അടുത്തത് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ പാർട്ട് 2 വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇടത് ഭാഗത്ത് ഒരു ചോദ്യ ചിത്രവും വലത് ഭാഗത്ത് 4 ഉത്തര ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായ ഉത്തരം കണ്ടെത്തി രേഖപ്പെടുത്തിയാണ് നാം OMR ഷീറ്റിൽ ബബിൾ ചെയ്യേണ്ടത്. 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഇടതു ഭാഗത്തുള്ള ചോദ്യ ചിത്രത്തിന് അതേ രൂപത്തിലുള്ള സിമിലർ ആയിട്ടുള്ള അതിന്റെ രൂപവുമായി സദൃശ്യമായിട്ടുള്ള ചിത്രമാണ് നാം കണ്ടെത്തേണ്ടത്. 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇടതു ഭാഗത്തെ ചിത്രത്തിന്റെ അതേ രൂപത്തിലുള്ള ഒരു ചിത്രം കണ്ടെത്തുകയാണ് വേണ്ടത്. അടുത്തത് 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ ഒരു മിസ്സിംഗ് പാർട്ട് കണ്ടെത്തലാണ്. ഇടത് ഭാഗത്തെ ചോദ്യചിത്രത്തിന്റെ ഒരു ഭാഗം താഴെ 4 ഉത്തര ചിത്രങ്ങളായി കൊടുത്തിട്ടുണ്ട്. ദിശ മാറാതെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ അങ്ങനെ കൊണ്ടുവന്ന് ചേർക്കണം. അപ്പോഴാണ് നമുക്ക് മുഴുവൻ രൂപം കിട്ടുക. ബാക്കി 3 ഭാഗങ്ങൾ നോക്കി 4ാമത്തെ ഭാഗം നമുക്ക് ഓപ്ഷനുകളിൽ നിന്ന് കണ്ടെത്താം. ഓപ്ഷനുകൾ കണ്ടെത്തുമ്പോഴും OMR ഷീറ്റിൽ ഉത്തരങ്ങൾ ബബിൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യ നമ്പറും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഓപ്ഷനുകളും കറക്റ്റ് അല്ലേ, ഓരോ ചിത്രത്തിൻ്റെയും പ്രത്യേകം നോക്കി വേണം ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിശ മാറാതെ വേണം ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ.
ക്വസ്റ്റ്യൻ 13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. നാലാമത്തെ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ 3 ചിത്രങ്ങൾ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 3 ഒരു സീരീസ് ആയി വന്നിട്ടുണ്ട്. ഇതേ ക്രമത്തിലുള്ള നാലാമത്തെ ചിത്രമാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ 3 ചിത്രങ്ങളുടെ ക്രമം നോക്കി നാലാമത്തെ നമുക്ക് കണ്ടെത്താം. കുട്ടികളുടെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ് ഈ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം. കുത്ത്, കോമ, വരകൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. പതിമൂന്ന് മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ പാർട്ട് 4 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റിംഗ് ഫിഗർ ആണ്. ഇടതു ഭാഗത്തൊരു ചോദ്യചിത്രം കൊടുത്തിട്ടുണ്ട്, വലതു ഭാഗത്ത് 4 ഉത്തര ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് ചിത്രം പൂർത്തിയാക്കണം. 18, 19, 20 ചോദ്യങ്ങൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ആണ്. ഇടതു ഭാഗത്തെ ഒരു സ്ക്വയറിന്റെ ഒരു ഭാഗം വലതു ഭാഗത്ത് കിടപ്പുണ്ട്, അത് ചേർത്ത് വയ്ക്കണം. അപ്പം അതിൻ്റെ എഡ്ജസ്, അതിൻ്റെ വക്ക മുക്ക തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്തത് 21 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ പാർട്ട് 5 വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ 2 ചിത്രങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധമാണ് മൂന്നാമത്തേതും നാലാമത്തേതുമായിട്ടുള്ള ചിത്രങ്ങൾ തമ്മിലുള്ളത്. ആ രീതിയിലുള്ള നാലാമത്തൊരു ചിത്രം വലതു ഭാഗത്ത് കിടപ്പുണ്ട്. ആ ഓപ്ഷനാണ് കണ്ടെത്തി നാം ബബിൾ ചെയ്യേണ്ടത്. ആദ്യത്തെ 2 ചിത്രങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളത് അതേ ബന്ധമാണ് 3, 4 ചിത്രങ്ങൾ തമ്മിലുള്ളത്. അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അടുത്തത് 25 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ അടുത്ത 7ാമത്തെ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. മിറർ ഇമേജസ് ആണ്. ഇടതു ഭാഗത്ത് മുകളിലായി ഒരു ചോദ്യ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് കണ്ണാടിയിൽ കാണിക്കുമ്പോഴുള്ള രൂപം എങ്ങനെയാണെന്ന് ആൻസർ ഫിഗേഴ്സായി കൊടുത്തിട്ടുണ്ട്. കണ്ടെത്തുകയാണ് വേണ്ടത്. മിറർ ഇമേജ് ആണ്. കണ്ണാടിയിൽ കാണുമ്പോൾ ഈ രൂപം എങ്ങനെയിരിക്കും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. 25, 26, 27, 28 ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഷെയ്ഡ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ചരിവുകൾ കൂടെ നമ്മളിവിടെ കണ്ടെത്തേണ്ടതുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് കണ്ടെത്തേണ്ടത്. ഉത്തര ചിത്രത്തിൽ അങ്ങനെ വ്യത്യാസം കണ്ടെത്തിയാണ് എഴുതേണ്ടത്.
അടുത്തത് 29 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾ പേപ്പർ ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ ചിത്രത്തിൽ കാണിച്ച ഡയറക്ഷനിൽ മടക്കി പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് നിവർത്തിയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യങ്ങൾ 33 മുതൽ 36 വരെയുള്ള ചോദ്യങ്ങൾ എംബഡഡ് ഫിഗേഴ്സ് ആണ്. ഇടത് ഭാഗത്തുള്ള ഒരു ചോദ്യചിത്രമുണ്ട്, താഴെ 4 ഉത്തരചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്തുള്ള ചോദ്യ രൂപത്തിലെ ഷേപ്പ് വലത് ഭാഗത്ത് നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇടത് ഭാഗത്തെ ചോദ്യ ചിത്രത്തിന്റെ ഷേപ്പ് വലത് ഭാഗത്ത് നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. മുപ്പത്തിമൂന്ന്, 34, 35, 36 ചോദ്യങ്ങൾ. ചോദ്യഭാഗം വലതുഭാഗത്തെ ചിത്രങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ചിത്രമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അടുത്തത് 10ാമത്തെ വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 37 മുതൽ 40 വരെയുള്ളത്. ഈ രൂപങ്ങൾ ഇടതുഭാഗത്തുള്ള ചിത്രത്തിലെ ആ പീസുകൾ പേപ്പർ കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് വെച്ച് ഉണ്ടാക്കാവുന്ന രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുഭാഗത്തെ ചോദ്യചിത്രത്തിലെ പീസുകൾ, ഓരോന്നിലുമുള്ള പീസുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കാവുന്ന രൂപമാണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. ABCD എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി രേഖപ്പെടുത്താം. മുപ്പത്തിയേഴ്, 38, 39, 40 ചോദ്യങ്ങൾ ഇതുപയോഗിച്ച് ഉണ്ടാക്കാവുന്ന, നമുക്ക് നിർമ്മിക്കാവുന്ന രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ രൂപങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പുതിയ രൂപം അതാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടെത്തി എഴുതുക. അങ്ങനെ പാർട്ട് 10 വിഭാഗങ്ങളിലായി, 1 മുതൽ 10 വരെയുള്ള വിഭാഗങ്ങളിലായി 4 വീതം ചോദ്യങ്ങൾ, 40 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സെക്ഷൻ 2 അരിത്മെറ്റിക് ടെസ്റ്റ് ആണ്. ഗണിതശാസ്ത്രപരമായിട്ടുള്ള കഴിവുകൾ, കുട്ടിയുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ്. 41 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 41. The difference of place value and face value of 4 in the number 46,890. 46,890 എന്ന സംഖ്യയിലെ 4ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The cost of 7 chairs is equal to the cost of 2 tables. The cost of a table is rupees 1,050. The cost of the chair will be. 7 ചെയറുകളുടെ വില 2 ടേബിളുകളുടെ വിലയ്ക്ക് തുല്യമാണ്.
ടേബിളിൻ്റെ വില 1050 രൂപയാണ്. ഒരു ടേബിളിൻ്റെ വില 1050 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെയറിൻ്റെ വില എത്രയാണ്? Next question number 43. Out of a total of 250 marks, a student got 30% marks and failed by 25 marks. The marks necessary for passing is. ഒരു കുട്ടിക്ക് 250 മാർക്കിൽ 30% മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും കുട്ടി 25 മാർക്കിനെ തോറ്റുപോയി. 25 മാർക്കിൻ്റെ കുറവ് കൊണ്ട് തോറ്റുപോയി. എങ്കിൽ പാസ് മാർക്ക്, ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? Question number 44. The correct arrangement of the fraction numbers 17/25, 17/13, 17/19 and 17/27 in ascending order is. 17/25, 17/13, 17/19, 17/27. ഈ ഭിന്നസംഖ്യകളുടെ ആരോഹണ ക്രമം ഏതാണ്? Next question number 45. The simplification of 98 minus 65 plus 32 minus 12 plus 5 gives the result 98 minus 65 plus 32 minus 8 into 2 plus 5. അതിൻ്റെ ഉത്തരം ഏതാണ്? Next question number 46. A person buys 60 oranges at the rate of ₹21 per dozen and sells them at the rate of ₹24 per dozen. He makes. ഒരു കച്ചവടക്കാരൻ 60 ഓറഞ്ചുകൾ ഡസന് 21 രൂപ വീതം വാങ്ങി. ശേഷം ഡസന് 24 രൂപ വെച്ച് വിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലാഭം അഥവാ നഷ്ടം, ലാഭമാണോ നഷ്ടമാണോ എത്ര എന്ന് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ലെൻഡ്സ് ₹1,500 from a bank. If the bank fixes the rate of interest as 11% per annum, then the amount he has to pay back after 2 years will be. ഒരാൾ 1500 രൂപ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. പലിശ നിരക്ക് 11% എങ്കിൽ 2 വർഷം കഴിഞ്ഞ് കടം വീട്ടുന്നതിന് എത്ര രൂപ തിരിച്ചു കൊടുക്കണം? Next question. The number 66.0684 correct to the nearest 10 is. 66.0684 2 ദശാംശ സ്ഥാനത്തിന് ശരിയായി എഴുതിയാൽ നിയറസ്റ്റ് 10 ആയി 1 ദശാംശ സ്ഥാനത്തിന് കറക്റ്റായിട്ട് എഴുതിയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം. 66.0684 കറക്റ്റ് ടു ദ നിയറസ്റ്റ് 10th
എന്ന് വെച്ചാൽ ഒരു ദശാംശ സ്ഥാനത്തിന് ശരിയായി എഴുതിയാൽ. Next question, question number 49. The perimeter of a square courtyard is 200 meter. Next question number 50. The value of 50 into 5 into 0.05 is 50 into 5 into 0.05 വില എത്ര? Next question. A student went to sleep at 9:30 p.m. and got up at 4:15 a.m. For how much time did the student sleep? ഒരു കുട്ടി വൈകുന്നേരം 9:30 ഉറങ്ങി 4:15 AM എഴുന്നേൽക്കുന്നു. എത്ര സമയമാണ് കുട്ടി ഉറങ്ങാനായി ചെലവഴിച്ചത്? Next question number 52. A train leaves New Delhi railway station at 10:50 a.m. ഒരു ട്രെയിൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10:50 AM പുറപ്പെടുന്നു. 80 കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ച് 120 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് എപ്പോഴാണ്? A train leaves New Delhi railway station at 10:50 a.m. It travels at a speed of 80 km per hour. The train covers a distance of 120 km by ട്രെയിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10:50 AM പുറപ്പെടുന്നു. 80 കിലോമീറ്റർ പെർ മണിക്കൂറാണ് വേഗത. 120 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് എത്ര സമയമെടുക്കും? 120 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര സമയമെടുക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 50ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. എ ട്രെയിൻ ലീവ്സ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അറ്റ് 10:50 AM. ഇറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 80 km per hour. ദ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 120 km by. എപ്പോഴാണ് അവിടെ എത്തുക? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ പ്രപ്പോർഷൻ ഓഫ് ദ ടേം 9 and 16 will be. ഒമ്പത് 16. ഇതിന്റെ മീൻ പ്രപ്പോർഷൻ എത്രയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ പ്രപ്പോർഷൻ ഓഫ് ദ ടേം 9 and 16 will be. The mean proportion of the term 9 and 16 will be. 9, 16 ഇതിന്റെ മീൻ പ്രപ്പോർഷൻ എത്രയാണ്? മീൻ പ്രപ്പോർഷൻ എന്നാൽ റൂട്ട് ഓഫ് 9 into 16. റൂട്ട് ഓഫ് 9 into 16. മീൻ പ്രപ്പോർഷൻ കുട്ടികൾക്ക് പരിചയമില്ലാത്ത വാക്കാണ്. മീൻ പ്രപ്പോർഷൻ എന്നാൽ റൂട്ട് ഓഫ് 9 into 16. 9 into 16 വർഗ്ഗമൂലം. Next question. Next question. The average of first 5 even numbers is. The average of first 5 even numbers is. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? Next question. A motorist drives at a speed of 80 km per hour. He drives for 4 hours and 60 minutes to reach his house. The distance covered by him to reach his house is. ഒരു മോട്ടോറിസ്റ്റ് 80 km per വേഗതയിൽ സഞ്ചരിക്കുന്നു. 4 മണിക്കൂറും 6 മിനിറ്റും കൊണ്ട് അദ്ദേഹം വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം എത്ര?
വീട്ടിലേക്കുള്ള ദൂരം എത്ര? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ടു റീച്ച് ഹിസ് ഹൗസ് ഈസ്. വീട്ടിലേക്കുള്ള ദൂരം എത്ര? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 lakh 5,000. 50 as a numeral is written as 50,50,50 എന്നത് അക്കത്തിൽ എങ്ങനെ എഴുതും? 50,50,50 എന്നത് അക്കത്തിൽ എങ്ങനെ എഴുതും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 105 ഈസ്. 105ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. 105ന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡെസിമൽ ഫോം ഓഫ് 185 into 25 into 16 divided by 37 into 500 ഈസ്. 185 into 25 into 16 by 37 into 500ന്റെ ദശാംശ രൂപം. Next question. An old table was purchased for rupees 180 and rupees 20 were spent on its repair. If it was sold at a profit of 20%, the selling price of the table was. ഒരാൾ 180 രൂപ കൊടുത്തൊരു മേശ വാങ്ങി 20 രൂപയ്ക്ക് ചെലവ് ചെയ്ത് റിപ്പയർ ചെയ്യുന്നു. ശേഷം 20% ലാഭത്തിന് വിൽക്കുന്നുവെങ്കിൽ ടേബിളിന്റെ വിറ്റ വില എത്ര? ടേബിളിന്റെ വിറ്റ വില എത്ര? 180 രൂപയ്ക്ക് വാങ്ങിച്ച് 20 രൂപ റിപ്പയർ ചെയ്യുന്നതിന് ചെലവാക്കി 20% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വോള്യൂംസ് ഓഫ് എ ക്യൂബ് ആൻഡ് എ ക്യൂബോയിഡ് ആർ ഈക്വൽ. ദ ഡയമെൻഷൻസ് ഓഫ് ദ ക്യൂബോയിഡ് ആർ 18, 20, 18, 12 and 8 centimeter. Edge of the cube is. ഒരു ക്യൂബിന്റെയും ക്യൂബോയിഡിന്റെയും വോള്യൂം തുല്യമാണ്, വ്യാപ്തങ്ങൾ തുല്യമാണ്. ക്യൂബോയിഡിന്റെ നീളം, വീതി, ഉയരം 18, 12, 8 വീതമാണ്. എങ്കിൽ ക്യൂബിന്റെ ഒരു വശം എത്ര? നെക്സ്റ്റ് സെക്ഷൻ 3 ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ഭാഷാപരമായിട്ടുള്ള കുട്ടികളുടെ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 61 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാസേജും അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളും. അത്തരത്തിൽ 4 പാസേജുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചോദ്യങ്ങൾ നല്ലതുപോലെ വായിക്കുക, പാസേജ് നല്ലതുപോലെ വായിക്കുക, ശേഷം ചോദ്യങ്ങൾ നല്ലതുപോലെ വായിക്കുക, ഉത്തരം പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക, ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക, ബബിൾ ചെയ്യുക. ഫസ്റ്റ് പാസേജ് ട്രാവലിംഗ് ഈസ് ബോത്ത് റിക്രിയേഷണൽ ആൻഡ് എഡ്യൂക്കേറ്റീവ്. It has always been regarded as an important part of education. In Europe, a young man is considered fully educated only when he has travelled through many countries of Europe. In ancient India also, our sages understood the great values of travelling. They made it a pious duty to visit various pilgrim centers situated in different parts of India. They encourage the feeling of oneness among Indians. First question, it is important to dash if one wants to get real education. Next question, which one of the following words is a synonym of recreational? Next one, visiting the dash centers was considered holy in ancient India. Next one, people have a feeling of oneness with others if they dash a lot. Next one, a sage is a person who is dash.
Next passage. Fire is to blame for the loss of countless lives and billions of rupees each and every year. Firefighters help protect people and their property from injury and damage. They put their lives on the line every time they respond to a call. While on duty, firefighters must be ready to respond in a matter of minutes to just about any disaster that may occur. At every fire scene, a superior fire officer takes command and directs the job of all the peoples at the scene. Some firemen connect the hose lines to hydrants. Others manually operate the pumps to send water to the hoses. Teams of firefighters also operate ladders used to reach distances high in the air. Question number which is not true. Question number 66, which is not true about the firefighters. Next one, a firefighter has to prepare to extinguish a fire in. Next one, firefighters put their lives on the line means. Next one, to operate manually means to. The word occur means the same as. Passage 3. India is a land of pilgrims and pilgrimages. These holy places, whether in the hills or in the plains, are generally situated on river banks or by the sea. It is not only the religious people who visit these places of pilgrimages, but also travelers and sightseers from all over the India and abroad. Whenever two or more rivers meet, pilgrims comes to bath and worship because that place is supposed to be holy. One such place is Haridwar, which is situated on the bank of river Ganga. Next question, holy places are visited by religious people, sightseers, as well as dash. 72. Which one of the following is a synonyms of the word generally? The place is considered holy where two or more rivers meet. Here antonyms of the word holy is. Next question. People come to bath and worship in the Ganga as if water is. Next one. People go on a pilgrimage because they are. Next passage, it was Ajit's birthday. All his friends and relatives had gathered. He received many gifts. There were books, toys, clothes. Ajit's aunts gave him a surprise gift, a rose sapling. Ajit liked his aunt's gift the best and at once ran to the garden and planted the saplings. Ajit watered the plant every day. As soon as he woke up in the morning, he would rush to see how much the plant had grown. One day he saw two little rose buds peeping out. He kept watching the buds bloom into beautiful yellow roses. He was happy and thrilled. With his mother's help, he picked the flowers
He gifted the first two roses to his mother and sister. Ajit decided to plant more saplings in his garden. Question number 66. Ajit's best birthday gift was a. Next question number 76. Ajit's birthday gift was a. Next one. As soon as Ajit woke up, he. Question number 78. How many rose buds appeared first? Question number 79. Ajit gifted the first two roses to. Question number 80. The word thrilled means. മലയാളം മീഡിയം കുട്ടികൾക്ക് പാസേജുകൾ 4 പാസേജുകളും അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. പാസേജ് വായിക്കുക, ശ്രദ്ധാപൂർവം വായിക്കുക, ചോദ്യങ്ങൾ വായിക്കുക, ഉത്തരം ഓപ്ഷനുകളിൽ നിന്ന് കണ്ടെത്തി ബബിൾ ചെയ്യുക.
വീഡിയോ കാണുക, ഓപ്ഷനുകൾ കണ്ടെത്തി കൃത്യമായി OMR ഷീറ്റിൽ ബബിൾ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.